പ്രിയപ്പെട്ട സമര സഖാക്കളെ, ഇംഗ്ലീഷ് തത്വചിന്തകനായ ഫ്രീഡ്മാന്റെ ഒരു വാക്കുണ്ട്. ആഗോളീകരണത്തിന്റെ കാലത്ത് ഭരണകൂടത്തിന്റെ റോൾ കാവൽക്കാരൻ്റെതാണെന്ന്. ഫ്രീഡ്മാനോട് നമുക്കൊന്ന് പറയാനുള്ളത്, ആ വാക്കിൽ ഒരു തിരുത്തു വേണ്ടിയിരിക്കുന്നു. ആഗോളീകരണത്തിന്റെ ഈ കാലഘട്ടത്തില് ഭരണകൂടത്തിന്റെ റോൾ കാവൽക്കാരൻ്റേത് തന്നെയാണ്. പക്ഷേ ആ കാവൽ നിൽക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയല്ല. ആ കാവൽ നിൽപ്പ് മുതലാളിത്തത്തിന് വേണ്ടിയുള്ള കാവൽ നിൽപ്പാണ്. നിലവിലുള്ള സാഹചര്യം നമ്മെ തെര്യപ്പെടുത്തുന്നത് അതാണ്. നമുക്കറിയാം, നമ്മുടെ പൂർവികന്മാർ മഹത്തായ സ്വാതന്ത്ര്യ സമര പോരാട്ട സ്മരണകൾ ഉയർത്തുന്ന ഈ മാസത്തിൽ നമ്മുടെ പൂർവികന്മാർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ രുചി ഇന്ന് ഒരു കൂട്ടം മുതലാളി കങ്കാണിമാർ കവർന്നെടുത്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ഇന്നുള്ളത്. ഇവിടെ വേട്ടക്കാരന്റെയും ഇരകൾ ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഭരണകൂടം എത്തി നിൽക്കുന്നത്. വേട്ടക്കാരൻ ആരാണ്, ഇരകൾ ആരാണ് എന്നുള്ളത് ഭരണകൂടത്തിന് അറിയുന്നില്ല. മഹത്തായ നെഹ്റുവിയൻ സോഷ്യലിസത്തിന്റെയും ഗാന്ധിസത്തിന്റെയും ഇടതുപക്ഷ ചേരിയുടെയും ഒക്കെ വീമ്പിളക്കലുകൾ നടത്തുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇതിന് കണ്ണടയ്ക്കുന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണുള്ളത്. നമുക്ക് അവരോട് പറയുവാനുള്ളത്, നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടണം. നിങ്ങൾ ഈ പ്രശ്നം ജനങ്ങളുടെ വിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. വേട്ടക്കാരന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ഈ മുതലാളി കങ്കാണിമാരെ നശിപ്പിക്കുവാനും അവരെ ഇവിടുന്ന് നാടുകടത്തുവാനുമുള്ള ശക്തമായ സമരപരിപാടികൾക്ക്, പ്രക്ഷോഭ പരിപാടികൾക്ക് നിങ്ങൾ നേതൃത്വം നൽകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമുക്ക് ഈ മുതലാളിക്കെതിരെയുള്ള ഈ ശക്തമായ നവ മുതലാളി പക്ഷത്ത് നിൽക്കുന്ന ഇത്തരം കങ്കാണിമാർക്കെതിരെയുള്ള അതിശക്തമായ സമരങ്ങൾക്ക് സമൂഹത്തിന്റെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ നേടിയെടുക്കുവാനുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് കൂടുതൽ കരുത്തു പകരുവാൻ ഈ സ്വാതന്ത്ര്യ ദിനം നമ്മെ ഉത്തേജിപ്പിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ മുതലാളിമാർ വിവിധ രൂപത്തിലാണ്. മൂന്നാറിൽ അത് ടാറ്റയുടെ രൂപത്തിലാണെങ്കിൽ ചെങ്ങറയിൽ ഹാരിസന്റെ രൂപത്തിലാണ് ഇവിടുത്തെ ഭൂമിയും ഇവിടുത്തെ സമൂഹത്തെയും ഇവിടുത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങ് കാത്തിക്കൂടത്ത് LNGയുടെ രൂപത്തിലാണെങ്കിൽ, അതുപോലെ വളന്തക്കാട് അത് ലീലയുടെ രൂപത്തിലാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ ഇരലൂരിൽ അത് CMRLന്റെ രൂപത്തിലാണെങ്കിൽ, ഇന്നിവിടെ ദേശീയപാതയിൽ BOTയുടെ രൂപത്തിലാണ്. നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ ഭൂമിയും നമ്മുടെ അവകാശങ്ങളും നമ്മുടെ എല്ലാം കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഈ കങ്കാണിമാർ ഇങ്ങനെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെയുള്ള അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് ഭാവിയിൽ നമ്മുടെ സമൂഹത്തെ കൂടി പൊതുജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അതിശക്തമായ സമര പോരാട്ടങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകാൻ ഈ സ്വാതന്ത്ര്യ ദിനം നമുക്ക് തുണയാകട്ടെ, നമുക്ക് ഉൾക്കരുത്ത് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രസ്ഥാന പ്രവർത്തകർക്കും സംഘടനാ പ്രവർത്തകർക്കും നന്ദിയും അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. ശ്രീ മുഹമ്മദ് റഷീദിനെ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് നമ്മെ അഭിസംബോധന ചെയ്തത് NH47 ഹൈവേ ആക്ഷൻ ഫോറത്തിന്റെ ആരാധനായ പ്രസിഡന്റ് ശ്രീ പ്രകാശ് മേനോനാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സമരസഹാക്കളെ, ഉണ്ടയ്ക്ക് ഒരല്പം കുഴപ്പമുള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് വെയിൽ കൊണ്ടതിൻ്റെ ആണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 47ന്റെ പ്രകടനമായിരുന്നു. 2 വാക്ക് പറയാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അത് കഴിയുന്നില്ല. എന്നാലും ഇത്രയും ആൾക്കാർ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ ഒത്തുചേർന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാ സമര ആവേശങ്ങളും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ പ്രകാശ് മേനോനെ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്കൊരു അറിയിപ്പ് നിങ്ങളോട് പറയാനുണ്ട്. ഇവിടെ നമ്മുടെ 26 സംഘടനകളുടെയും മിക്കവാറും എല്ലാ സംഘടനകളുടെയും നേതാക്കൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഈ മീറ്റിംഗിന് ശേഷം നമ്മളിവിടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു കൂടിയാലോചനാ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ആ ആലോചനാ യോഗത്തിൽ പങ്കെടുക്കണം. ഇന്നത്തെ ഈ സമരത്തിന് ശേഷം എന്ത് തുടർ സമര പരിപാടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാന അജണ്ട. അതുകൊണ്ട് എല്ലാ സംഘടനാ നേതാക്കളും അതിനകത്ത് പങ്കെടുക്കണം. ആരും വിട്ടു പോകരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കണം.
അടുത്തതായിട്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് HUCയുടെ സംസ്ഥാന നേതാക്കളിൽ ഒരാളായ ശ്രീ ഇമാമുദ്ദീനാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള സമരസഖാക്കളെ, സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യത്തിന്റെ ഈ ദിനത്തിൽ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം കവർന്നെടുക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ സ്വാതന്ത്ര്യം കവർന്നെടുത്ത ആ ക്ലാസിക്കൽ സാമ്രാജ്യത്വം കൊടിയും പടയുമായിട്ടാണ് കടന്നു വന്നുകൊണ്ടിരുന്നത്. ഒരു കാലത്ത് സാമ്രാജ്യത്വം ജനങ്ങളെ കീഴ്പ്പെടുത്തി അവന്റെ വിഭവങ്ങൾ കൊള്ളയടിക്കാനായി ആ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ കൊടിയും പടയുമായി കടന്നു വന്നെങ്കിൽ ഇന്നിപ്പോ ഈ ആഗോളീകരണത്തിന്റെ കാലഘട്ടത്തിൽ പട അവർക്ക് വരേണ്ട കാര്യമില്ല. കാരണം ലോകത്തുള്ള മുതലാളിമാരെല്ലാരും കൂടി ലോകത്തെ സമ്പത്ത് കൊള്ളയടിക്കാനായി അവർ ഒന്നിച്ചിരിക്കുന്നു. അതുകൊണ്ട് പട ഇവിടുന്ന് തന്നെ ഉണ്ട്, ഇവിടെ നിപ്പുണ്ട്. ഇതാണ് ഇന്ന് ഈ ആഗോളീകരണത്തിന്റെ ആ സവിശേഷമായ പ്രാധാന്യം. സ്വദേശ വിദേശ മുതലാളിമാര് അവരെ ഒന്നിച്ചുകൊണ്ട് ലോകത്ത് മുഴുവൻ കൊള്ളയടിക്കാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പൊതു സംവിധാനങ്ങളെല്ലാം ഇന്ന് ഈ സ്വകാര്യ മുതലാളിമാര് സ്വദേശ വ്യത്യാസമില്ലാതെ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നു. നോക്കുക, പൊതുവിദ്യാഭ്യാസം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. പേര് പൊതുവിദ്യാഭ്യാസം, ഉള്ളടക്കം ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. സ്വകാര്യ സ്വാശ്രയ വിദ്യാഭ്യാസം, പൊതുവിദ്യാഭ്യാസമില്ല. പൊതുവിതരണം അതിന്ന് കുത്തക മുതലാളിമാരുടെ വലിയ കുത്തക കമ്പനികളുടെ അവരുടെ അവകാശമായി മാറിയിരിക്കുന്നു. പൊതുജനാരോഗ്യം ഇന്ന് ഇൻഷുറൻസ് കമ്പനികളുടെ ഔദാര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സർക്കാർ മാറുന്നു. പൊതുവഴി ഇതിന്ന് സ്വകാര്യ എല്ലാ പൊതു സംവിധാനങ്ങളും ഇന്ന് സ്വകാര്യ കുത്തക മുതലാളിമാരുടെ കാൽക്കീഴിലേക്ക് അടിയറ വെച്ചുകൊണ്ട് അവരുടെ ലാഭക്കൊള്ളയ്ക്ക് ഇന്നാട്ടിലെ സാധാരണക്കാരനെ എറിഞ്ഞു കൊടുക്കുമ്പോ അതിനെതിരെയുള്ള പോരാട്ടം അത് വളർത്തിയെടുക്കാതെ ഇന്ന് നമുക്ക് ഈ നാട്ടിൽ മനുഷ്യോചിതമായി ജീവിക്കാനാവില്ല. നോക്കുക, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഗാന്ധിജി. കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൽ ഗാന്ധിജി ഇടപെട്ടിട്ടുള്ള കേരളത്തിൽ 65 വർഷം കഴിയുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടി. 65 വർഷം കഴിയുമ്പോ ഇവിടെ നമ്മള് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു. ഒരു KPCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് 6 മാസം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചിട്ടുണ്ട്. KP കേശവ മേനോൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തതിന് അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും പണ്ഡിറ്റ് കറുപ്പനും വക്കം പൗലവി ഉൾപ്പെടെയുള്ള സാമൂഹ്യ നവോത്ഥാന നായകന്മാർ നേടിയെടുത്ത നമ്മുടെ പൗരാവകാശങ്ങൾ, ജനാധിപത്യ അവകാശങ്ങൾ, സഞ്ചാര സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കാനുള്ള പോരാട്ടം, ആ പോരാട്ടം വളർത്തിയെടുത്തുകൊണ്ട് മാത്രമേ നമുക്കിനി മുന്നോട്ട് പോകാനാകൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ സമരം ഇവിടെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. ഈ 2ാം ഘട്ടം വളരെ കുച്ചല് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ പോവുകയാണ് ഈ സമരം. ഈ സമരത്തിൽ നമ്മൾ കൂടുതൽ കരുത്തോടെ അണിനിരക്കണമെന്ന് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.